നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആമസോണിൽ ഒരു സാധനം, ഒരു ഉൽപ്പന്നം എങ്ങനെ വിൽക്കാമെന്നതാണ്. ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണിത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ആമസോൺ സെല്ലർ ഗൈഡ് ഉണ്ട്. ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം, അല്ലേ? തീർച്ചയായും നമുക്ക് നോക്കാം. ഈ ഗൈഡ് പറയുന്നത് ഇപ്പൊ സാധാരണ വ്യക്തികൾ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകാര്, എന്തിന് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നവർക്ക് പോലും ആമസോൺ ഇന്ത്യ ഒരു വലിയ അവസരമാണെന്നാണ്. ശരിയല്ലേ? അതെ അതെ, തീർച്ചയായും അവസരം വലുതാണ്. പക്ഷേ തുടങ്ങാൻ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാണ്ട് ചാടിക്കേറാൻ പറ്റില്ല. അത് ശരിയാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ എന്തൊക്കെയാണ് കയ്യിൽ വേണ്ടത്? ഈ ഗൈഡ് എന്താ അതിനെപ്പറ്റി പറയുന്നത്? പ്രധാനമായും ഒരു 4 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ടത്. 1, പാൻ കാർഡ്. ഇത് നിങ്ങളുടെ സ്വന്തം പേരിലോ ബിസിനസിന്റെ പേരിലോ ആകാം. ടാക്സിന് വേണ്ടിയാണിത്. ഓക്കെ. 2, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് വരാനായിട്ട്. അതിന് IFSC കോഡ് ഒക്കെ വേണം. ശരി. 3, GST രജിസ്ട്രേഷൻ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും ഇത് വേണ്ടിവരും. ചിലതിന് ഇളവുണ്ട് കേട്ടോ, പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾക്ക്. പുസ്തകങ്ങൾക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതെ, പക്ഷെ മിക്കതിനും വേണം. പിന്നെ 4, ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിൽ ഐഡിയും. അത്യാവശ്യം വേണ്ടത് ഇത്രയുമാണ്. അപ്പോ രജിസ്റ്റർ ചെയ്യാൻ എന്താണ് വഴി? അത് ബുദ്ധിമുട്ടാണോ? അല്ല, ഗൈഡ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പ്രോസസ് അത്ര സങ്കീർണമല്ല. sellercentral.amazon.in എന്ന വെബ്സൈറ്റിൽ പോണം. sellercentral.amazon.in. ഓക്കെ. അവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ബിസിനസ് പേര്, നമ്മൾ നേരത്തെ പറഞ്ഞ GST വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതൊക്കെ കൊടുക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ സ്റ്റോക്ക് എവിടെയാണ് വെക്കുന്നത് എന്നുള്ള വിലാസം. അതാണ് പിക്കപ്പ് അഡ്രസ്. പിന്നെ സാധനം ആരെങ്കിലും റിട്ടേൺ ചെയ്താൽ എവിടെയാണ് സ്വീകരിക്കുന്നത് എന്ന വിലാസവും കൊടുക്കണം. റിട്ടേൺ അഡ്രസ്സും വേണം. അതെ. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാമോ? ചിലപ്പോ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവരുണ്ടാകുമല്ലോ, അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണോ? അത് നല്ല ചോദ്യമാണ്. ഒന്നുകൂടി പറയാം. പാൻ കാർഡ്, ടാക്സിന്, GST സർട്ടിഫിക്കറ്റ് മിക്കവാറും എല്ലാവർക്കും, IFSC കോഡുള്ള ബാങ്ക് അക്കൗണ്ട്, ഇമെയിൽ, ഫോൺ നമ്പർ. ശരി. ഇനി നിങ്ങൾ ഫുഡ് ഐറ്റംസ് ആണ് വിൽക്കുന്നതെങ്കിൽ, അതായത് ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളാണെങ്കിൽ FSSAI ലൈസൻസ് നിർബന്ധമാണ്. FSSAI. ഓക്കെ. അതെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ്. പുസ്തകങ്ങൾ, ചില കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, അതിനൊക്കെ GSTയിൽ ഇളവുണ്ട്. അപ്പോ രജിസ്ട്രേഷൻ ഫ്രീ ആണ്. പക്ഷേ വിറ്റു തുടങ്ങുമ്പോൾ കാശ് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫീസ് ഘടന എങ്ങനെയാണ്? രജിസ്ട്രേഷന് കാശില്ല, അത് ശരിയാണ്. പക്ഷെ ഓരോ വിൽപ്പന നടക്കുമ്പോഴും ഫീസുകൾ വരും. പ്രധാനമായിട്ടും ഒരു റെഫറൽ ഫീ ഉണ്ട്. റെഫറൽ ഫീ? അതെ, അത് നിങ്ങളുടെ ഉൽപ്പന്നം ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു 5% മുതൽ 20% വരെ ആകാം അത്. ഓഹോ, 5 മുതൽ 20% വരെ? അതെ. പിന്നെ ഒരു ക്ലോസിംഗ് ഫീ ഉണ്ട്. അത് ഓരോ വിൽപ്പനയ്ക്കും ഈടാക്കുന്ന ഒരു ചെറിയ ഫിക്സ്ഡ് തുകയാണ്. ഒരു 5 രൂപ തൊട്ട് 50 രൂപ വരെ ആകാം. ഓക്കെ. പിന്നെ ഷിപ്പിംഗ് ഫീ. അത് നിങ്ങൾ ഏത് ഷിപ്പിംഗ് ഓപ്ഷൻ എടുക്കുന്നു, സാധനം എങ്ങോട്ടാണ് അയക്കുന്നത്, അതിന്റെ ഭാരം എത്ര എന്നൊക്കെ അനുസരിച്ച് മാറും. ഒരു 30 രൂപ മുതലാണ് തുടങ്ങാം. ഇതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പരസ്യം കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആമസോണിന്റെ FDI പോലുള്ള സേവനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിനൊക്കെ വേറെ കാശ് വരും. FBIയെ കുറിച്ച് നമ്മൾ പറയും. അതിനു മുൻപ് ഒരു വിൽപ്പന നടന്നു, സാധനം കസ്റ്റമർക്ക് കിട്ടി. അപ്പൊ പൈസ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്? എത്ര ദിവസം എടുക്കും? അത് സിമ്പിളാണ്. സാധനം കസ്റ്റമർക്ക് ഡെലിവർ ആയിക്കഴിഞ്ഞാൽ ആമസോൺ അവരുടെ ഫീസ് എല്ലാം പിടിക്കും. ഈ പറഞ്ഞ റഫറൽ ഫീ, ക്ലോസിംഗ് ഫീ, ഷിപ്പിംഗ് ഫീ ഒക്കെ. ശരി. അത് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള തുക സാധാരണഗതിയിൽ ഓരോ 7 ദിവസത്തിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു തരും. 7 ദിവസത്തിനുള്ളിൽ കിട്ടും? അതെ, അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നിങ്ങൾക്ക് എല്ലാ പേയ്മെന്റ് ഡീറ്റെയിൽസും നിങ്ങളുടെ സെല്ലർ സെൻട്രൽ ഡാഷ്ബോർഡിൽ കയറി നോക്കാനും പറ്റും, ട്രാക്ക് ചെയ്യാം. കൊള്ളാം. ഇനി ഷിപ്പിംഗിന്റെ കാര്യം, അവിടെ എന്തൊക്കെ ഓപ്ഷനുകളാണ് ഒരു സെല്ലർക്കുള്ളത്? ഇത് തെരഞ്ഞെടുക്കുന്നത് പ്രധാനമാണെന്ന് തോന്നുന്നു, അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
പ്രധാനമായും 3 ഓപ്ഷനുകളാണ് ആമസോൺ തരുന്നത്. ഇത് നിങ്ങളുടെ സൗകര്യം, ബിസിനസിന്റെ രീതി, സ്റ്റോക്കിന്റെ അളവ് ഒക്കെ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, എന്തൊക്കെയാണവ? ഒന്നാമത്തേത് ഫുൾഫിൽഡ് ബൈ ആമസോൺ അല്ലെങ്കിൽ FBA. FBA. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റോക്ക് ആമസോണിന്റെ വെയർഹൌസിൽ, അതായത് അവരുടെ ഫുൾഫിൽമെന്റ് സെന്ററിൽ എത്തിക്കുക എന്നതാണ്. ശരി. പിന്നെ പാക്കിംഗ്, ഷിപ്പിംഗ്, കസ്റ്റമർ സർവീസ്, ആരെങ്കിലും സാധനം തിരിച്ചു തന്നാൽ അത് വാങ്ങിക്കുന്നത്, റിട്ടേൺസ്, ഇതൊക്കെ ആമസോൺ നോക്കിക്കോളും. ഓ, അപ്പൊ നമുക്ക് പണി കുറവാണ്. അതെ, പണി കുറവാണ്, പക്ഷെ ഇതിന് കുറച്ച് ചെലവ് കൂടും. സ്റ്റോറേജ് ഫീ, ഹാൻഡ്ലിംഗ് ഫീ ഒക്കെ വരും. രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തേത് ഈസി ഷിപ്പ്. ഈസി ഷിപ്പ്. ഇതിൽ നിങ്ങൾ സാധനം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മതി. ആമസോണിന്റെ കുരിയർ പാർട്ട്ണർ വന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് അത് പിക്ക് ചെയ്ത് കസ്റ്റമർക്ക് എത്തിച്ചോളും. ഓക്കെ, പാക്കിംഗ് മാത്രം നമ്മൾ ചെയ്താൽ മതി ആണെന്ന് തോന്നുന്നു. അതെ. മൂന്നാമത്തെ ഓപ്ഷൻ സെൽഫ് ഷിപ്പ്. സെൽഫ് ഷിപ്പ്, പേര് പോലെ തന്നെയാണോ? അതെ, പാക്ക് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും എല്ലാം പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ സ്വന്തമായി ഒരു കൊറിയർ കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കണം. ഓഹോ. കസ്റ്റമർക്ക് സാധനം എത്തിക്കുന്നതും ട്രാക്കിംഗ് കൊടുക്കുന്നതും റിട്ടേൺ മാനേജ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഇതിന് ചിലപ്പോൾ ചെലവ് കുറവായിരിക്കും, പക്ഷെ പണി കൂടും. ശരി ശരി. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ നിന്ന് നമുക്ക് സൗകര്യമുള്ളത് തിരഞ്ഞെടുക്കാം. ഇനി ഈ ഗൈഡിൽ ഒരു പുതിയ സെല്ലർ അല്ലെങ്കിൽ നിലവിലുള്ള സെല്ലർക്ക് കുറച്ചുകൂടി നന്നായി ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സൊക്കെ പറയുന്നുണ്ടോ? തീർച്ചയായും. കുറച്ച് നല്ല പ്രായോഗികമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ ഫോട്ടോസിനെ കുറിച്ചാണ്. ഫോട്ടോസാ? അതെ, നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ലുക്കുള്ള ഫോട്ടോകൾ വേണം. പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോകൾ. ഓൺലൈനിൽ ആൾക്കാർ സാധനം കാണുന്നത് ഫോട്ടോയിലൂടെയാണല്ലോ. അത് ശരിയാണ്. പിന്നെ ഉൽപ്പന്നത്തെക്കുറിച്ച് നല്ല വിശദമായി എഴുതണം. അതിന്റെ ഫീച്ചേഴ്സ്, ഉപയോഗം, സൈസ്, മെറ്റീരിയൽ ഒക്കെ. ഇത് കസ്റ്റമറുടെ സംശയങ്ങൾ കുറയ്ക്കും, റിട്ടേൺ വരാനുള്ള സാധ്യതയും കുറയും. വിലയുടെ കാര്യത്തിലോ? വില എപ്പോഴും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ മറ്റു വിൽപ്പനക്കാരുടെ വിലയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു കോമ്പറ്റിറ്റീവ് പ്രൈസ് ഇടാൻ ശ്രമിക്കണം. ശരി. പിന്നെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അതിന് പെട്ടെന്ന് മറുപടി കൊടുക്കണം. അത് നല്ലൊരു ബന്ധമുണ്ടാക്കാൻ സഹായിക്കും. കസ്റ്റമർ സർവീസ് പ്രധാനം. അതെ. അതുപോലെ നല്ല പ്രൊഡക്റ്റ് റിവ്യൂസ് കിട്ടാൻ ശ്രമിക്കണം. നല്ല റിവ്യൂസ് കാണുമ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് ഒരു വിശ്വാസം വരും. റിവ്യൂസ് നോക്കിയാണല്ലോ പലരും വാങ്ങുന്നത്. തീർച്ചയായും. പിന്നെ ഒരു പ്രധാന നിർദ്ദേശം, തുടക്കത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യാതെ ഒരു 5 മുതൽ 10 വരെ ഉൽപ്പന്നങ്ങൾ വെച്ച് ചെറുതായി തുടങ്ങുക എന്നതാണ്. ഓക്കെ, പതുക്കെ തുടങ്ങിയാൽ മതി. അതെ. എന്നിട്ട് കാര്യങ്ങൾ പഠിച്ച് പതിയെ പതിയെ എണ്ണം കൂട്ടാം. ഇത് തുടക്കത്തിലുള്ള റിസ്ക് കുറയ്ക്കാൻ നല്ലതാണ്. വളരെ നല്ല പോയിന്റുകളാണല്ലോ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആമസോൺ ഇന്ത്യയിൽ വിൽക്കാൻ തുടങ്ങുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ, ഡോക്യുമെന്റ്സ്, ഫീസുകള്, ഷിപ്പിംഗ് ഓപ്ഷനുകൾ ഒക്കെ നന്നായി മനസ്സിലാക്കണം, അല്ലേ? അതെ. കൃത്യമായി മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോയാൽ ഇത് തീർച്ചയായും ഒരു നല്ല വരുമാന മാർഗമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ വിവരങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന് FBA ആണോ, ഈസി ഷിപ്പാണോ, അതോ സെൽഫ് ഷിപ്പാണോ ഏറ്റവും ചേർന്നതെന്ന്, അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് എങ്ങനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താം, ഫോട്ടോസ് എങ്ങനെ എടുക്കാം, വിവരണം എങ്ങനെ എഴുതാം എന്നൊക്കെ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അത് നല്ലതാണ്.